കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. പൊന്നു ഗുരുവായൂരപ്പന് ഇന്ന് ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു കുഞ്ഞീഷൻ ചെറിയൊരു ഉണ്ണി കാണാൻ നല്ല ഭംഗിയായിട്ട് മേശാന്തി ചാർത്തിയത് കേട്ടോ. നല്ല കൗതുകമുണ്ട് ചാർത്തിയത്. ഞാൻ ആ കുഞ്ഞിക്കാലുമേൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കട്ടെ. ഒരു മിടുമിടുക്കൻ. കഴുത്തിന് രണ്ട് മൂന്ന് സ്വർണ്ണമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒരു ഒരു കാശുമാല പോലത്തെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുല്ലമൊട്ടുമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മാലകളും ചാർത്തി നല്ലൊരു സുന്ദരൻ. യശോദമ്മ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു ഓടക്കോൾ ഇങ്ങനെ മാറോട് മറച്ച് തട്ടിക്കൊണ്ട് നിൽക്കാൻ തോന്നുന്നു. അങ്ങനെ നല്ല ഭംഗിയായിട്ട് രസമായിട്ട് നിൽക്കുകയാണ്. ഇടത്തെ കയ്യിൽ ഗോവർദ്ധന പർവ്വതം പൊക്കി പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഗോവർദ്ധനോദ്ധാരിയായിട്ടാ പൊന്നുണ്ണി കാണാൻ ശ്രീലകത്ത് നിൽക്കണേ. ശാന്തി നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ആ ഗോവർദ്ധനം ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ തുളസിപ്പൂക്കളൊക്കെ വെച്ചാൽ ശരിക്കും ഒരു ഗോവർദ്ധന പർവ്വതം പോലെ. ആ ഗോവർദ്ധന പർവ്വതം ഇടത്തെ കൈ കൊണ്ട് പൊക്കി പിടിച്ച് വലത്തെ കൈയുടെ ഓടക്കോളിൽ മാറോട് തട്ടി ഇങ്ങോട്ട് ഇങ്ങനെ ഓടക്കോളി പിടിച്ചുകൊണ്ടല്ല, ഓടക്കോട്ട് മാർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകണ്ട് കാണാൻ കേട്ടോ. അതുപോലെ ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിമിൽ സ്വർണ്ണകോപ്പി, നല്ല മന്ദഹാസം, ഒരു ആനന്ദത്തിൽ തന്നെയാ. അതാണ് പറഞ്ഞത്. ഓടക്കോളി മാറോട് ഇങ്ങനെ തട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത് തോന്നുന്നത്. അത്ര ആനന്ദത്തിലാണ് ഉണ്ണിക്കണ്ണന്റെ നിപ്പ് കേട്ടോ. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടത്തിന്റെ മുകളിൽ വെളുത്ത അന്തരവട്ടം കൊണ്ടുള്ള ചിരിമുടി മാല. കഴുത്തില് തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു വനമാല. അതും രണ്ടും നല്ല ഭംഗിയുണ്ട്. അതിന്റെ നടുവിൽ ആ പൊന്നിണ്ണിക്കണ്ണൻ ഗോവർദ്ധനോധാരിയായിട്ട് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല കൗതുകത്തിൽ ഒരു മിടുമിടുക്കൻ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ. നല്ല രസമായിട്ടുണ്ടേനും അങ്ങനെ നല്ല ഭംഗിയായിട്ട്. അതുപോലെ ആ തിരുമുടി മാലകളുടെ മോള് വിധാനമായിട്ട് തെച്ചിയും തുളസിയായിട്ടുള്ള തെച്ചിയല്ല താമരയും തുളസിയായിട്ടുള്ള ഒരു 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടി മാലകളുടെ ഒക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഗോവർദ്ധനോധാരിയായിട്ടാണ് നിൽക്കുന്നത്. നല്ല കൗതുകമുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. കൃഷ്ണ നീരാട്ടിനായി സുരജയെങ്കൽ വന്നാൽ തൃക്കൈയോലപ്പെൺ എണ്ണയിൽ മുക്കി വേഗം ഒന്നാമതായി തൻ കുടവഠിയിന്മേൽ പൂശിത്തുടങ്ങും ശിശുവേ തൊഴുന്നേൻ. പിന്നാലെ രാമൻ വടിയായി അടിക്കാൻ വരുന്ന കണ്ടോടി യശോദ തൻ്റെ ഉടുത്ത വസ്ത്രത്തിൽ ഒളിച്ചു രക്ഷപ്പെടുന്ന കൃഷ്ണൻ കുശലം തരട്ടെ. ഗുരുവായൂരപ്പ ഉണ്ണിക്കണ്ണൻ്റെ വികൃതികൾ. അങ്ങനെ ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ സ്മരിച്ചിട്ട്, ആ ഗോവർദ്ധനോധാരിയെ മനസ്സിൽ സ്മരിച്ചിട്ട് ആ തൃപ്പാദത്തിൽ വീണങ്ങോട്ട് നമസ്കരിക്കുക. ആ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കി കൊണ്ട് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ശ്രീലകത്ത്. ആ ഗോവർദ്ധനോധാരിയുടെ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. കണ്ണാ അനുഗ്രഹിക്കണേ, നാമം ജപിക്കണേ എന്ന് തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജപിക്കല്ലേ നാമം. ഗുരുവായൂരപ്പ കണ്ണൻ കൂടണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.